അത് ഈ ജാനി എന്നുള്ള വാക്ക് വെച്ചിട്ടാണ് ഞാനത് മെനഞ്ഞെടുത്തത്. ജാനി വെച്ചാൽ ഹസ്ബൻഡ് എന്ന് അർത്ഥമാണ്. സംസ്കൃതത്തിൽ ജാനി എന്ന് വെച്ചാൽ ഹസ്ബൻഡാണ്. അപ്പോൾ അതിൻ്റെ സംബോധന രൂപം, അതിനെ വിളിക്കുക, ആ ഭർത്താവേ എന്ന് വിളിക്കുക എങ്ങനെയാ? ജാനേ എന്നാണ്. ഇത് വന്നാൽ ജാനകി ജാനേ, ജാനകിയുടെ ഭർത്താവേ എന്ന് കിട്ടുകയും ചെയ്യും. അതേ സമയത്ത് ജാനകിക്ക് മാത്രമേ അറിയൂ എന്നുള്ള അർത്ഥം കിട്ടും. പലരും അതിൻ്റെ അർത്ഥത്തിനുള്ള ശരിയായിട്ടുള്ള അർത്ഥമല്ല, ഭർത്താവ് എന്നുള്ള അർത്ഥത്തിലല്ല അത് പലരും എടുത്തിട്ടുള്ളത്. ഞാൻ വിചാരിച്ചോട്ട് തന്നെ അത് ശരിക്കും കുറുക്കി ചെന്ന് കൊണ്ടുപോകും. ജാനി എന്നുള്ള വാക്കിൽ നിന്നുണ്ടായതാണ് ജാനേ എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ആ പാട്ട് ആസ്വദിക്കുന്ന വളരെ കുറച്ച് പേരേ ഉള്ളൂ. ജാനകി ജാനേ നിങ്ങൾ കേട്ട് പാടുന്നു, അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചിന്തിച്ചിട്ടില്ല. അല്ല, മറ്റ് സീതാപതേ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം പോലെയാണ് ജാനകി ജാനേ. സംവിധായകർക്ക് ഈ കാര്യത്തിൽ ഇതൊക്കെ കണ്ടിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കണം. ഉദാഹരണമായിട്ട് ഹരിഹരൻ, സർഗം എന്ന് പറഞ്ഞ നമ്മുടെ അടുത്ത് കൃഷ്ണകൃപാസാഗരം, അതുപോലെയുള്ള ചില പാട്ടുകളൊക്കെ അതിൽ വന്നത് എന്നെ ഇതുപോലെ ഈ സ്റ്റാൻഡേർഡിൽ തന്നെ എഴുതും. അടുത്ത പാട്ടും എനിക്ക് അതിലും ഒന്നും കൂടെ കവിച്ചു വയ്ക്കൂ എന്ന് പറഞ്ഞിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നു ആര്? ഹരിഹരൻ, ഡയറക്ടർ ഹരിഹരൻ. അതെനിക്ക് കിട്ടിയ വലിയൊരു ചവിട്ടുപടിയാണ്. ആ ചവിട്ടുപടി ഇല്ലാച്ചെങ്കിൽ ഞാൻ അങ്ങനെയൊന്നും എഴുതില്ലായിരുന്നു എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മലയാളത്തിൽ എഴുതിയിട്ടുള്ള തന്നെ ചില പാട്ടുകളുണ്ടല്ലോ, അത് മനസ്സിലാവും. ചില പടത്തിൻ്റെ ടൈറ്റിൽ തന്നെ ആ ടൈറ്റിൻ്റെ അർത്ഥം എന്താണെന്ന് മുഴുവൻ മനസ്സിലാക്കിയിട്ടല്ല, പോയി സിനിമ കാണും. സിനിമ തന്നെ ആകർഷിച്ചു എന്ന് കണ്ടാൽ പടം ഓടും. ഞാൻ വന്നിട്ട് അവൻ്റെ സുഹൃത്തിനോട് പറയും, ഇങ്ങനെ നല്ല പടം വന്നിട്ടുണ്ട്, കാണണം. അങ്ങനെയാണത് പോപ്പുലറാവുന്നത്. 42 പടങ്ങൾക്ക് ഞാനും ദേവരാജൻ മാഷും ഒന്നിച്ചിട്ടുണ്ട്. 42 മലയാള ചിത്രങ്ങൾക്ക് വേണ്ടി. ആ ബന്ധത്തെക്കുറിച്ച് പറയാൻ എൻ്റെ പാട്ടുകൾ ആദ്യം ട്യൂൺ ചെയ്തത് ബാബുരാജാണ്. ബാബുരാജിൻ്റെ വഴിയും ദേവരാജൻ്റെ വഴിയും ഒന്നാണെങ്കിലും അത് രണ്ടാണ്. അതിന് കാരണം ബാബുരാജ് വളരെയധികം സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ഫാദറിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില സിദ്ധികളുണ്ട്. എന്താ, ഒരു കഥാപ്രസംഗം നടത്തുന്ന ഒരാളായിരുന്നു, ഒരു നോർത്ത് ഇന്ത്യൻ ആയിരുന്നു. ഇവിടെ വന്നൊരു കല്യാണം കഴിച്ചതാണ്. അതിലുണ്ടായ കുട്ടിയാണ് ഈ ബാബുരാജ്. അതിൽ നിന്ന് കിട്ടിയതാണ് ഹാർമോണിയം വായിക്കാനും പാടാനും ഒക്കെ ഉള്ള അറിവും ഒക്കെ ഉണ്ടായത്. അതിനപ്പുറത്തൊന്നും കാര്യമായിട്ടില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ ജന്മവാസന കൊണ്ട് ചില കാര്യങ്ങളൊക്കെ പുറത്ത് മനസ്സിലാക്കി. ദേവരാജൻ മാഷ് ഒരു അണ്ടർ ഗ്രാജുവേറ്റാണ്. BA വരെ പഠിച്ചിട്ടുണ്ട്. പരീക്ഷ എഴുതിയില്ല അവസാനം, അത്രയേ ഉള്ളൂ. അതോടൊപ്പം മലയാള കവിതയെ അദ്ദേഹം സ്നേഹിച്ചിരുന്നു ദേവരാജൻ. പൊന്നരിവാളമ്പിടിയിൽ കണ്ണെറിയുന്നോളെ മുതലായിട്ടുള്ള പാട്ടുകൾ അദ്ദേഹം കൊണ്ടുവന്നത് ആ ONV എഴുതി, ഇദ്ദേഹം ട്യൂൺ ചെയ്തു. മലയാളത്തിൻ്റെതായിട്ടുള്ളൊരു ശൈലിയുണ്ട്. ആ ശൈലിയിലുള്ള ചില നാടൻ പാട്ടുകൾ മലയാളത്തിൻ്റെ അതൊക്കെ വീണ്ടും എടുത്ത് പൊടി തട്ടി കൊടുത്ത് നോക്കുമ്പോൾ മലയാളികൾക്ക് അത് വളരെയധികം രുചിച്ചു. അത് ചെയ്തിട്ടുള്ളത് ദേവരാജനാണ്. അദ്ദേഹത്തിനൊരു ഇതുണ്ട്, അദ്ദേഹം ട്യൂൺ ആരും കേൾപ്പിക്കില്ല, അത് സത്യമാണ്.
പാട്ട് എഴുതിയിട്ടുള്ള എൻ്റെ തന്നെ എനിക്ക് ഇത് എന്ത് ട്യൂണിലാണ് ഇത് ദേവരായ മാഷ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയാൻ കൊള്ളാം. ഞാൻ തന്നെ എടുത്തൊരു പടമുണ്ട്, സിന്ദൂര ചെപ്പ്, ഞാനാണ് എൻ്റെ പ്രൊഡ്യൂസർ. പക്ഷേ തമ്പ്രാൻ തൊടുത്തത് മലരമ്പ്, ആ പാട്ട് ഇതെങ്ങനെ ഇരിക്കും? തമ്പ്രാൻ തൊടുത്തത് മലരമ്പ് എന്നാ ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. അതിൽ ട്യൂണൊന്നും എൻ്റെ പേര് ഞാൻ സപ്ലൈ ചെയ്തിട്ടില്ല. ഇത് ട്യൂൺ ചെയ്ത് വരുമ്പോൾ എങ്ങനെ ഇരിക്കുന്നു പറയുന്നു. അദ്ദേഹം പാടി കേൾപ്പിച്ചില്ല. അങ്ങനെ കുറേ കഴിഞ്ഞ് ഞാൻ അദ്ദേഹത്തിനോട് തുറന്ന് ചോദിച്ചു, എന്താ ഒരു നല്ല മൂടത്തിൽ അദ്ദേഹം ഉള്ളപ്പോൾ ദേവരായ മാഷോട് ചോദിച്ചു, എന്താ അതൊന്ന് കേൾപ്പിച്ചാൽ എന്താ സംഭവം? കേൾപ്പിച്ചാൽ എന്താ? കേൾപ്പിച്ചാൽ കൂടുതൽ അവർക്ക് രസിക്കുകയല്ലേ ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ ഞാൻ ചോദിച്ചു. അപ്പം അദ്ദേഹം ഒരു സത്യം പറഞ്ഞു, പല പ്രൊഡ്യൂസർമാരും മണ്ടന്മാരാണ്. അവർക്ക് ഈ ട്യൂൺ കേട്ടിട്ട് നോക്കുമ്പോൾ ഇതിനേക്കാൾ നല്ലത് മറ്റാണെന്ന് പറയാൻ തോന്നും. പക്ഷെ സത്യത്തിൽ ഹിറ്റാവാൻ പോകുന്നത് ഇദ്ദേഹം ആദ്യം പറഞ്ഞതാണ്. അതിനുള്ള ചില ഉദാഹരണങ്ങളും ദേവരായ മാഷ് എടുത്ത് നിരത്തി. അപ്പോൾ അത് വലിയ അബദ്ധത്തിൽ കലാശിക്കും. ഒരു പ്രൊഡ്യൂസറാണ് പറഞ്ഞു, അതല്ല, ആ ട്യൂണല്ല, ഈ ട്യൂണാണ് നല്ലതെന്ന് തോന്നുന്നു. നമ്മൾ അത് എടുക്കുകയും ചെയ്തില്ലെങ്കിൽ ഇത് നഷ്ടം, മലയാളത്തിൽ ആ ഗാനം തന്നെ നഷ്ടപ്പെടുമായിരുന്നു. സ്വർണ്ണ ചാമരം വീശിയെത്തുന്ന ആ പാട്ട് നിങ്ങൾക്കൊക്കെ കേട്ടിട്ടുണ്ടാവും. കേൾക്കാത്ത മലയാളികളില്ല. അത് എന്താണ് അതിൻ്റെ, അത് നമ്മളിൽ ഉണ്ടാക്കുന്നത് എന്താണെന്ന് ഞാൻ പലതവണ ആലോചിച്ചിട്ടുണ്ട്. മലയാള തനിമയാണ് നമുക്കുണ്ടാക്കി തന്നിട്ടുള്ളത് ആ ഗാനം. അങ്ങനെ ഈ മലയാള തനിമ ഒരു മലയാളിക്ക് കൊടുത്തിട്ടുള്ള വലിയ അവാർഡാണ് ദേവരാജൻ കൊടുത്തിട്ടുള്ള ട്യൂണുകൾ മുഴുവനും. അത്ഭുതപ്പെടുത്തിയ വികാരത്തിൽ ഒന്ന്, ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. ഇത് കേൾക്കുമ്പോഴെല്ലാം വിചാരിക്കും ഇത് മലയാളത്തിൻ്റെ ട്യൂൺ തന്നെയാണ്. ഒരു മലയാളിക്ക് അല്ലാതെ ഇങ്ങനെ ട്യൂൺ ചെയ്യാൻ ഒക്കില്ല. അത് ശരിയാണ്. വലിയ വലിയ നൗഷാദ് പോലെയുള്ള വലിയ വലിയ മ്യൂസിക് ഡയറക്ടർമാരുണ്ടെങ്കിലും അവർക്ക് മറ്റൊരു വിധത്തിൽ ട്യൂൺ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഈ മലയാള തനിമയും മലയാളത്തിൻ്റെ ഉള്ള മാധുര്യമയും നമ്മുടെ ചുണ്ടിലിറ്റിക്കാൻ സാധിച്ചത് ഇത് ഇവർക്ക് മാത്രമാണ്. അത് ദേവരാജന് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. ദൈവം മനുഷ്യനായി പിറന്നാൽ, ജീവിതം അനുഭവിച്ചറിഞ്ഞാൽ, തിരിച്ചു പോകും മുമ്പേ ദൈവം പറയും, മനുഷ്യ നീയാണ് എൻ്റെ ദൈവം എന്ന വരികൾക്ക് ദേവരാജൻ കൊടുത്ത ട്യൂണാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. സോറുമയെഴുതിയ മിഴികളെ, ആ പാട്ടാണ് മനോഹരമായ ഒരു പഴയ രാഗമാണത്. ഹിന്ദുസ്ഥാനി രാഗമാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വത്തെ വലിയ ബഹുമാനമാണ്. പക്ഷെ അങ്ങനത്തെ ഒരു മനുഷ്യത്വം എനിക്ക് ദൈവം തരികയാണെങ്കിലും ഞാൻ സ്വീകരിക്കില്ല എന്നും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട്. കാരണം എൻ്റെ കുടുംബം, എൻ്റെ കുട്ടികൾ, അവരെ കെട്ടിക്കണം. എനിക്ക് 4 പെൺകുട്ടികൾ, 5ാമത്തതും ഒരു ആൺകുട്ടി. അപ്പോൾ അവർക്കൊരു വേണം. മനോഹരമായൊരു വീട് ഞാൻ എൻ്റെ നാട്ടിൽ വെച്ചു. ഈ കാശൊക്കെ സംഘടിപ്പിച്ച് ഇങ്ങനെ ധരിക്കാൻ ചെയ്യാനുള്ള കാരണങ്ങളിൽ ഒന്ന് ദേവരാജനാണ്. ദേവരാജൻ്റെ പ്രായോഗിക ജീവിതം കെട്ടിപ്പടുത്തത് എങ്ങനെ, ആ വിധത്തിൽ ഞാനും വേണം. ഞാൻ കാറ് വാങ്ങിച്ചു. തരക്കേടില്ലാത്ത ഒരു ജീവിതം എൻ്റെ കെട്ടിപ്പടുത്തു. എൻ്റെ കുട്ടികളൊക്കെ കെട്ടിച്ചു. ഇതെല്ലാം
എനിക്ക് സാധിച്ചിട്ടുള്ളത് അതാണ്. അതിന് നേരെ വിപരീതമായിരുന്നു ബാബുരാജ്. പാടുകയ, ലഹരിയും അതായിട്ട് ഇങ്ങനെ നടക്കുക. അതുകൊണ്ട് ജീവിതമാവുന്നില്ല. ജീവിതം വേറെ, കല വേറെയാണ്. കലയിൽ ജീവിതമുണ്ട്, ജീവിതത്തിൽ കലയുണ്ട്, അതൊക്കെ ഞാൻ സമ്മതിക്കാം. പക്ഷെ ഇങ്ങനെയാണ് ഈ ബാബുരാജ്, ദേവരാജൻ, ഈ രണ്ട് എക്സ്ട്രീംസാണ് രണ്ടും. അതിനെ നമുക്ക് ലഘൂകരിച്ച് കാണാൻ സാധിക്കില്ല. ജീവിതത്തിന് അതിൻ്റേതായിട്ടുള്ള മൂല്യം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ കുറേയൊക്കെ പ്രായോഗിക ജീവിതമാകണം നയിക്കുന്നത്. ബാബുരാജ് ഒരു മഹാശുദ്ധനായിരുന്നു. ശുദ്ധനായിരുന്നു പറയുമ്പോൾ എങ്ങനെയാ ശുദ്ധി ദേവരാജന് മുമ്പ് വന്ന ആളാണ്. പക്ഷേ ഒരു വീട് വെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. ദേവരാജൻ വീട് വെച്ചു. കിട്ടുന്ന കാശെല്ലാം സ്വരൂപിച്ച് കുട്ടികളെ പഠിപ്പിച്ചു. ഇത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി. അദ്ദേഹത്തിന് മകളുണ്ടായിട്ട് കെട്ടിക്കാൻ തന്നെ ബുദ്ധിമുട്ടായി ബാബുരാജിന്. അതാ ഞാൻ പറഞ്ഞത്. കാരണം ഇതിങ്ങനെ ഇതിലിങ്ങനെ ലയിച്ച് നടക്കുക, അതിൻ്റെ സുഹൃത്തുക്കളെ സംഘടിക്കുക എന്നല്ലാതെ ഒരു ജീവിതം കെട്ടിപ്പിടിക്കുക എന്നുള്ള ബോധമൊന്നും അദ്ദേഹത്തിനുണ്ടായില്ല. അതുകൊണ്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്, കല മനുഷ്യനെ ഭ്രാന്ത് പിടിപ്പിക്കും. കുറച്ചൊരു ഭ്രാന്ത് വേണം. ഭ്രാന്ത് അല്ലെങ്കിൽ കവിത എഴുതാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ അതോടൊപ്പം ജീവിതത്തെക്കുറിച്ചുള്ളൊരു അവബോധവും വേണം. അതാണ് ഞാൻ നേരത്തെ എന്നോട് ചോദിച്ചു, റെമ്യൂണറേഷൻ്റെ കാര്യത്തിൽ സ്ട്രിക്റ്റാണ്. ഞാൻ സ്ട്രിക്റ്റ് അല്ലാതെയായിട്ട് എന്താ കാര്യം? ഇത് ആർക്കാ ബാക്കി ഞാൻ വിട്ടുകൊടുക്കുന്ന പൈസ ആർക്കാ തിരിച്ചു വരുന്നത്? നമ്മൾ മലയാള ഭാഷയ്ക്ക് വേണ്ടിയിട്ടാണോ, മലയാളത്തിലെ ചലച്ചിത്രങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? എനിക്ക് തെറ്റില്ല, അതില്ല. ഇത് അവർക്ക് കണ്ടുപിടിക്കാനാണ് പ്രൊഡ്യൂസർമാർക്ക് ഇത് വിട്ടുകിട്ടുന്നത്. നൗഷാദ് ഒരു സംശയമില്ല, സംഗീത സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് അവിടെ പ്രായോഗിക ജീവിതവും ഇല്ല, ഒന്നുമില്ല. ഈ പ്രായോഗികമായിട്ടുള്ള ട്യൂൺ എന്ന് മാത്രമേ ഞാൻ നൗഷാദ് ചിന്തിച്ചിട്ടുള്ളൂ. പി ഭാസ്കരൻ, നോ ഡൗട്ട്സ്. അങ്ങനൊരു ഗാനരചയിതാവ് മലയാളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. അല്ല, ഇന്ത്യയിൽ തന്നെ. ഹിന്ദിയിലാണ് കൂടുതൽ നല്ല ലിറിസിസ്റ്റൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്ന് കേട്ടിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഹിന്ദി ഭാഷ പഠിക്കുകയും കൂടി ചെയ്തിട്ടുള്ള ആളാണ്. നല്ല രസമായ അത്. പിന്നെ അവരുടെ ഭാഷയ്ക്ക് അങ്ങനെ കഴിവുണ്ട്. ധാരാളം വാക്കുകളുണ്ട്. എവിടേക്കും വാക്കുകളൊക്കെ മുറിച്ച് മാറ്റാനൊക്കെ പറ്റും. ഭാസ്കരൻ മാഷയുടെ എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു പാട്ട് പോലുമില്ല. രചന ഞാൻ മോഷിച്ചിട്ടില്ല, രചന ഞാൻ അനുകരിച്ചിട്ടില്ല. പക്ഷെ ആ രചനയിൽ ഞാൻ മുങ്ങിക്കുടിച്ചിട്ട് നിന്ന് എഴുതിയിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനതിൽ ഉപയോഗിക്കാറുള്ള കാരണം ആ സന്ദർഭത്തിന് പറ്റിയിട്ടുള്ള ചില മറക്കവയ്യാത്ത വരികളുണ്ട്. ആ വരികളാണ് ഞാൻ അതിലോട്ട് ഉപയോഗിച്ചത്. ധാരാളം സിനിമ കാണുകയും അതിൽ പറ്റിയിട്ടുള്ള ചില അബദ്ധങ്ങൾ എനിക്ക് മനസ്സിലാവുകയും ചെയ്തു. പിന്നെ ഞാൻ ഈ പിന്നെ 63 ഈ ജമ്മു കൈരേട്ടൻ്റെ പടത്തിന് വേണ്ടിയിട്ട് ഞാൻ പാട്ടെഴുതിയിട്ട് അത് എനിക്ക് സിനിമ കുറച്ച് കൂടുതൽ അടുത്തറിയണം എന്ന് തോന്നി. ഞാൻ അതിൻ്റെ ഷൂട്ടിങ്ങൊക്കെ കാണാൻ പോകുന്നു. അതൊക്കെ കൂടി ആയിട്ട് നോക്കുമ്പോഴാണ് ഇത് വല്ലാത്തൊരു ലോകമാണ്, ഇത് ജീവിതമാണ്. ജീവിതം ഉൾക്കൊള്ളാൻ ഇത്രയും നല്ലൊരു മീഡിയം വേറെയില്ല. നോവലോ കവിതയോ ഒന്നും അല്ല. അതിനൊക്കെ ഈ വലിയ വിപുലമായിട്ടുള്ളത് സിനിമ ഉൾക്കൊള്ളാൻ. സിനിമ ജീവിതത്തെ ഉൾക്കൊള്ളും, ജീവിതം സിനിമയെ ഉൾക്കൊള്ളും.
എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അത് കൂടി പഠിച്ചിട്ട് അപ്പോഴാണ് ഞാൻ സത്യത്തിൽ സിനിമ സംവിധാനം ചെയ്യാൻ തുടങ്ങിയത്.